ഓക്കെ, അപ്പോൾ ഇത് വേറൊരു പ്രോബ്ലമാണ്. ഇതിൽ എന്താണ്, ഒരു എയർക്രാഫ്റ്റിൽ 2 സിസ്റ്റം ഉണ്ട്. പ്രോപ്പൽഷൻ സിസ്റ്റം ഉണ്ട്, ഏവിയോണിക്സും ഉണ്ട്. അപ്പോൾ പ്രോപ്പൽഷൻ സിസ്റ്റത്തിൻ്റെ റിലയബിലിറ്റി വേരിയബിൾ ഡിസ്ട്രിബ്യൂഷൻ ആണെന്ന് തന്നിട്ടുണ്ട്. അതിൻ്റെ തീറ്റ തന്നിട്ടുണ്ട്, 1000 ആണ് തന്നിട്ടുണ്ട്, ബീറ്റ 1.7 ആണെന്ന് തന്നിട്ടുണ്ട്. പക്ഷേ ഏവിയോണിക്സിൻ്റെ സിസ്റ്റം റിലയബിലിറ്റി എക്സ്പൊണൻഷ്യൽ ഡിസ്ട്രിബ്യൂഷൻ ആണെന്ന് തന്നിട്ടുണ്ട്. എക്സ്പൊണൻഷ്യൽ ഡിസ്ട്രിബ്യൂഷൻ നമുക്കറിയാം, നമ്മൾ എന്താണ് മറ്റേ കോൺസ്റ്റൻറ്റ് ലാംഡ വരുന്നില്ല, e⁻⁻t, അതാണ് എക്സ്പൊണൻഷ്യൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു. അതിൻ്റെ ലാംഡ തന്നിട്ടുണ്ട്, ഫെയിലിയർ റേറ്റ് 0.003 അതും തന്നിട്ടുണ്ട്. അപ്പോൾ അവർ ചോദിച്ചിരിക്കുന്നത് നമ്പർ ഓഫ് ഫെയിലിയേഴ്സ് ഓഫ് ഈച്ച് കോമ്പണൻറ്റ് ഫോർ 50,000 ഓപ്പറേറ്റിംഗ് അവേഴ്സ് എന്ന് പറഞ്ഞാൽ 50,000 ഓപ്പറേറ്റിംഗ് അവേഴ്സ്, 50,000 അവേഴ്സ് അത് ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ അത് ഓരോ കോമ്പണൻറ്റും എത്ര തവണ വീതം ഫെയിലാവും. ഓൾസോ ഫൈൻ സിസ്റ്റം MTTF. സിസ്റ്റം MTTF കൂടെ നമ്മൾ കണ്ടുപിടിക്കണം. ഒരിക്കലും പറയാണ്, സിസ്റ്റം MTTF ടൈം ഡിപ്പെൻഡൻ്റ് അല്ല. കാരണം എന്താണ്, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്താണ്, അത് ഒരു തവണ എത്ര സമയം ഓപ്പറേറ്റ് ചെയ്യുമ്പോഴാണ് കോമ്പണൻറ്റ് ഡാമേജ് ആവുന്നത്. അത് ലാംഡയും ആറും ഒക്കെ കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുന്നിടത്തോളം MTTF ഒരിക്കലും ടൈം ഡിപ്പെൻഡൻ്റ് അല്ല. അപ്പോൾ നമുക്ക് സോൾവ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മൾ ആദ്യം നമ്മൾ പ്രോപ്പൽഷൻ്റെ കാര്യം എടുക്കുന്നത്. അപ്പോൾ എന്താണ് ഫോർ പ്രോപ്പൽഷൻ എന്താണ് തന്നിട്ടുണ്ട്, വേരിയബിൾ ഡിസ്ട്രിബ്യൂഷൻ തന്നിട്ടുണ്ട്. അപ്പോൾ വേരിയബിൾ ഡിസ്ട്രിബ്യൂഷനിലെ MTBFൻ്റെ ഫോർമുല എന്താണ്, തീറ്റ ഇൻറ്റു ഗാമ ഫംഗ്ഷൻ ഓഫ് 1+1/β. ഇതാണ് MTBF, പ്രോപ്പൽഷൻ സിസ്റ്റത്തിൻ്റെ MTBF. ഇത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കണം. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് 1+1/1.7 എന്ന് വരും. ഇത് നമ്മൾ എന്താണ്, ഇത് സോൾവ് ചെയ്തിട്ട് ഇതിൻ്റെ വാല്യൂ ഗാമ ഫംഗ്ഷൻ ചാർട്ടിൽ നിന്ന് എടുത്തിട്ട് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്കിവിടെ ആൻസർ കിട്ടുന്നത് 890 എന്നാണ്. അതായത് പ്രോപ്പൽഷൻ സിസ്റ്റം നമുക്ക് എന്താണ് ഓരോ 890 അവേഴ്സും ഓപ്പറേറ്റ് ചെയ്യുമ്പോഴാണ് ഇത് ഫെയിൽ ആവുന്നത്. മെയിൻ ടൈം എപ്പോഴും 890 ആകുമ്പോൾ ഫെയിൽ ആവുമെന്നല്ല, ഒരു ആവറേജ് എടുക്കുമ്പോൾ 890 അവേഴ്സാണ് വരുന്നത്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം, നമ്പർ ഓഫ് ഫെയിലിയേഴ്സ് അല്ലേ അവർ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എത്ര മണിക്കൂർ മൊത്തം ഓടിക്കുന്നുണ്ട്, മൊത്തം എത്ര 50,000 ഓപ്പറേറ്റിംഗ് അവേഴ്സാണ്. അപ്പോൾ ഓരോ 890 അവേഴ്സിലും ഇത് ഫെയിലാവും. മൊത്തം ഓടിക്കുന്നത് 50,000 അവേഴ്സ്. അപ്പം എത്ര തവണ മൊത്തം ഫെയിലാവുമായിരിക്കും, 50,000 / 890 എന്ന് പറഞ്ഞാൽ നമുക്ക് 56.18 അവേഴ്സ് 18 ടൈംസ് കിട്ടും. അത്രയും ടൈംസ് ഫെയിൽ ആവില്ല, എന്നാലും ഒരു ആവറേജ് വാല്യൂ ഇതാണ് വരുന്നത്. ഇത്രയും തവണ ഫെയിൽ ആവുമെന്ന് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റും. ഏത്, പ്രോപ്പൽഷൻ സിസ്റ്റം. ഇനി അടുത്ത് ഏവിയോണിക് സിസ്റ്റം എടുക്കാം. ഏവിയോണിക് സിസ്റ്റം എന്താണെന്ന് അവർ തന്നിട്ടുണ്ട്, എക്സ്പൊണൻഷ്യലി ഡിസ്ട്രിബ്യൂട്ടഡ് ആണ്. ലാംഡ നമുക്ക് എന്ത് തന്നിട്ടുണ്ട്, 0.003 തന്നിട്ടുണ്ട്. ലാംഡ എന്താണ്, ഫെയിലിയർ റേറ്റ്. അതായത് 1 മണിക്കൂറിൽ ഇത് ഇത്രയും തവണ ഫെയിലാവും. അതാണല്ലോ ഫെയിലിയർ റേറ്റ്, 1 മണിക്കൂറിൽ ഇത്രയും തവണ ഫെയിലാവും. അപ്പോൾ ചോദിച്ചിരിക്കുന്നത് എന്താ, 50,000 മണിക്കൂർ ഓടുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ എത്ര തവണ ഫെയിലാവുമായിരിക്കും, 1 മണിക്കൂറിൽ ഇത്രയും തവണ ഫെയിലാവും. അപ്പോൾ 50,000 മണിക്കൂറിൽ 50,000 ഇൻറ്റു 0.003 അല്ലേ, അത്രയും തവണ ആയിരിക്കും ആ 50,000 മണിക്കൂറിൽ ഇത് ഫെയിലാവുന്നത്. അതിൻ്റെ ആൻസർ നമുക്ക് 150 എന്ന് കിട്ടും. അപ്പോൾ നമ്മൾ ഫസ്റ്റ് പാർട്ട് നമ്മൾ സോൾവ് ചെയ്തു. ഏത്, 50,000 മണിക്കൂറിൽ ഓരോന്നിൻ്റെയും നമ്പർ ഓഫ് ഫെയിലിയേഴ്സ് നമ്മൾ കണ്ടുപിടിച്ചു. അത് കഴിഞ്ഞിട്ട് ഇനി നമ്മൾ സിസ്റ്റം MTTF കണ്ടുപിടിക്കാം. അപ്പോൾ സിസ്റ്റം MTTFൻ്റെ ഫോർമുല നമുക്കറിയാം, എന്താണ്, ടോട്ടൽ റിപ്പയർ ടൈം ബൈ നമ്പർ ഓഫ് റിപ്പയേഴ്സ്. ഇതാണ് നമ്മുടെ സിസ്റ്റം MTTFൻ്റെ ഫോർമുല വരുന്നത്. അത് നമ്മൾ നേരത്തെ തന്നെ നോക്കിയായിരുന്നു. ഈ ടോട്ടൽ റിപ്പയർ ടൈം എന്ന് പറയുമ്പോൾ നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞ പോലെ തന്നെ എന്താണ്, നമുക്ക് ഈ നമ്പർ ഓഫ് ഫെയിലിയേഴ്സ് ഇല്ല, ഓരോ തവണ ഫെയിലാവുമ്പോൾ ആണ് നമ്മൾ ഓരോ തവണ ഫെയിലാകുമ്പോഴാണ് നമ്മൾ റിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ ഇത് എത്ര തവണ ഫെയിലായി, നമ്മുടെ പ്രോപ്പൽഷൻ സിസ്റ്റം എത്ര തവണ ഫെയിലായി, 56.18 തവണ ഇത് ഫെയിലായി. 56.18 തവണ ഇത് ഫെയിലായി. അതുപോലെ ക്വസ്റ്റ്യനിൽ വേറൊരു കാര്യം കൂടെ തന്നിട്ടുണ്ട് കേട്ടോ, അത് ഞാൻ പറയാൻ മറന്നത്. എന്ന് പറഞ്ഞാൽ ഓരോന്നിൻ്റെ MTTR തന്നിട്ടുണ്ടായിരുന്നു. പ്രോപ്പൽഷൻ സിസ്റ്റത്തിൻ്റെ MTTR 6.8ഉം ഏവിയോണിക് സിസ്റ്റത്തിൻ്റെ MTTR 3.2 ആണെന്ന് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കറിയാം ഇവിടെ എന്താണ്, ആദ്യം നമ്മൾ ഏവിയോണിക് സിസ്റ്റം എടുക്കുകയാണ്. ഇത് 56.18 തവണ ഫെയിലായി. അപ്പോൾ ഓരോ തവണ ഫെയിലാകുമ്പോഴും നമുക്ക് റിപ്പയർ ചെയ്യാൻ എത്ര സമയം വേണം, പ്രോപ്പൽഷൻ സിസ്റ്റം റിപ്പയർ ചെയ്യാൻ 6.8 വേണം. ഇത്ര തവണ ഫെയിലായി. അപ്പോൾ ഇത് റിപ്പയർ ചെയ്യാനുള്ള മൊത്തം സമയം, ടോട്ടൽ റിപ്പയർ ടൈം വരുമ്പോൾ ഇത് ഇൻറ്റു ഈ 6.8 വരും. പ്ലസ് ഇനി ഏത് റിപ്പയർ ചെയ്യണം, ഈ ഏവിയോണിക്സ് റിപ്പയർ ചെയ്യണം. അപ്പോൾ ഏവിയോണിക്സ് എത്ര തവണ ഫെയിലായി, 150 ഇൻറ്റു ഇത് റിപ്പയർ ചെയ്യാൻ എത്ര സമയം വേണം, 3.2 സമയം വേണം അല്ലേ, 3.2 സമയം വേണം. ഇപ്പോൾ നമുക്ക് എന്ത് കിട്ടി, ടോട്ടൽ റിപ്പയർ ടൈം കിട്ടി. ഇത് ഇത്രയും തവണ ഡാമേജ് ആയി, ഓരോ തവണ ഡാമേജ് ആകുമ്പോൾ ഇത്ര തവണ റിപ്പയർ ചെയ്യാൻ വേണം.
ഇത് ഇത്രയും തവണ ഡാമേജ് ആയി, ഓരോ ഡാമേജ് ആകുമ്പോൾ ഇത്രയും റിപ്പയർ ചെയ്യാൻ സമയം വേണം. അപ്പോൾ ടോട്ടൽ റിപ്പയർ ടൈം കിട്ടി. ഇനി നമ്പർ ഓഫ് റിപ്പയർസ്, എത്ര തവണ ഡാമേജ് ആയി, നമ്മുടെ പ്രോപ്പൽഷൻ ഇത്രയും തവണ ഡാമേജ് ആയി, 56.18 തവണ ഡാമേജ് ആയി. നമ്മുടെ ഏവിയോണിക്സ് ഇത്രയും തവണ ഡാമേജ് ആയി, എത്ര 150 ടൈംസ് ഡാമേജ് ആയി. ഇത് നമ്മൾ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് 4.18 എന്ന് കിട്ടും. അതാണ് ഈ സിസ്റ്റം MTTF വരുന്നത്.